fields. ഇതിൽ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന പോർഷൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ two equal and opposite charges separated by a very small vector distance is called an electric dipole. രണ്ട് ഈക്വലും ഓപ്പോസിറ്റുമായ ചാർജ്, അതായത് ഒരു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഒരു മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഈക്വലും ഓപ്പോസിറ്റും ആണ്. അതിന്റെ ഇടയ്ക്ക് വളരെ ചെറിയ ഡിസ്റ്റൻസ് 12 ആണെങ്കിൽ ആ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എല്ലാം നല്ല എടുത്തേക്കുന്നത് 12 എടുത്തേക്കുന്നതിന് കാരണമുണ്ട്. നമ്മൾ അടുത്ത ഡെറിവേഷനിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് വേണ്ടി വരും. അവിടെ നമ്മൾ 12 എടുക്കുന്നതിന് പകരം എല്ലാം എടുത്താൽ L/2 ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 12 എടുത്തേക്കുന്നത്. ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ ഇതിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ആ ഡൈപോൾ മൊമെന്റ് can be represented as P. Dipole moment P is equal to, it is the product of one of the charges, that is Q, into distance between the charges. What is the distance between the charges? 12. That is P is equal to 2L3. It is called a dipole moment. Dipole moment. And dipole moment is a vector quantity. ഇതെന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് dipole moment. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ it has a direction. Its direction is always from negative to positive charge. Dipole momentന്റെ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പഠിച്ചു. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. അതിന്റെ ഡയറക്ഷൻ എവിടെ നിന്നുണ്ടായിരുന്നു? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് what is the unit of charge? Coulomb. What is the unit of distance? Meter. So what is the unit of dipole moment? P is Coulomb meter. ഇത്രയാണ് നമുക്ക് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് അറിയാനുള്ളത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഇന്റൻസിറ്റി due to an electric dipole. Due to an electric dipole. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഞാൻ പഴയ കാര്യം കൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കാം. Q എന്ന് പറയുന്ന ഒരു ചാർജ്, ഈ ചാർജ് കാരണം ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളായത് Q എന്ന് പറയുന്ന ഒരു ചാർജ് ഇരുന്നാൽ ഇതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് പല പോയിന്റിലും പലതായിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ നമ്മൾ എന്ത് പേര് വിളിച്ചേ? ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് അല്ലേ? അപ്പോ P എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഇന്റൻസിറ്റി ഉണ്ട്, ആ ഫീൽഡിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഈ Q എന്ന് പറയുന്ന ചാർജിന് ആ ഡിസ്റ്റൻസ് മാറുന്ന പോയിന്റ് ആണ് P എന്ന് വിചാരിക്കുക. നമ്മൾ P യുടെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഒരു എക്സ്പ്രഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു പഠിച്ചത്? 1/4πε0 Q divided by r². അതായത് Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജിൽ നിന്നും ആ ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് ആണ് P എങ്കിൽ P യുടെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ 1/E is equal to 1/4πε0 Q by r². This is the electric intensity at any point due to a point charge. അതേപോലെ നമുക്കൊരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. Due to a point charge അല്ല, due to a dipole. Dipole കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അത് നമുക്ക് രണ്ട് കേസ് പഠിക്കാനുണ്ട്. അത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് on the axial line, at any point on the axial line of the dipole. ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഡൈപോൾ കാരണം ഒരു പോയിന്റ് ഇലക്ട്രിക് ഇന്റൻസിറ്റി വേണം. എവിടെ നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ആ ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലാണ് നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ് AB is an electric dipole. AB എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോൾ. ഈ ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റിംഗ് ഓഫ് ചാർജസ് പ്ലസ് Q and
12. അങ്ങനെയാണെങ്കിൽ O തൊട്ട് A വരെയുള്ള ലെങ്ത് എത്രയായിരിക്കും? L. O തൊട്ട് B വരെയുള്ള ലെങ്തും L. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. ഇതിന്റെ ആക്സിൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോളിന്റെ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ. സോ ദിസ് ഈസ് ദി ആക്സിൽ ലൈൻ. ഈ ആക്സിൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് P. ഈ Pയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കണം. പോയിന്റ് ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയാണെന്ന് വിചാരിക്കുക. Let P be a point which is at a distance r from the center of the dipole. എന്താ പറയാ? AB is an electric dipole consisting of charges plus q and minus q. And let 12 be the length of this dipole. Let O be the center of the dipole. And P is a point which is on the axial line of the dipole at a distance r from the center of the dipole. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് Pയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി. ആര് കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റിയാ? ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി. പക്ഷെ നമ്മൾ ഡൈപോൾ കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പക്ഷെ നമ്മളൊരു ചാർജ് കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് Pയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നു. ആര് കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നു? പ്ലസ് Q എന്ന് പറയുന്ന ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നു. സോ ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് ദി പോയിന്റ് P ഡ്യൂ ടു ദി ചാർജ് പ്ലസ് Q. പ്ലസ് Q കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി that can be taken as E1. E1 is equal to, നമ്മൾ എന്താ പഠിച്ചിരിക്കുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി due to a point charge 1/4 pi epsilon 0 Q divided by ചാർജ് തൊട്ട് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ചാർജ് എന്ന് പറയുന്നത് പ്ലസ് Q, പോയിന്റ് P ഇവിടെ പ്ലസ് Q തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണം. അതിന് എവിടെ തൊട്ട് വരെയുള്ള ഡിസ്റ്റൻസ് അറിയാം? O തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് അറിയാം എത്ര? R. നമുക്ക് വേണ്ടത് AP. A തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് വേണം. അറിയാം നമുക്ക് R ന്റെ കൂടെ എന്താ കൂട്ടിയാൽ മതി? L യുടെ കൂട്ടിയാൽ മതിയല്ലോ. So what is the distance AP? R plus L. So it is Q divided by R plus L the whole square. 1/4 pi epsilon 0 Q divided by R plus L the whole square. That is the electric intensity at P due to the charge plus Q. And what is its direction? Direction അറിയണം. കാരണം ഇലക്ട്രിക് ഇന്റൻസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി അതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ എഴുതി പോകണം. സോ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് പഠിച്ചാൽ if it is a positive charge, the direction of electric intensity is always away from the charge. ചാർജിൽ നിന്ന് വെളിയിലേക്ക് എന്ന് പറയുമ്പോൾ എവിടേക്ക് പോകും? Pയിലേക്ക് പോകും. ചാർജിൽ നിന്നും Pയിലേക്ക് പ്ലസ് 2ൽ നിന്ന് Pയിലേക്ക് എന്ന് പറഞ്ഞാൽ along AP. Aയിൽ നിന്ന് Pയിലേക്ക്. So this is the direction of E1 along നമുക്ക് എന്തെല്ലാം? AP. Okay. Then ഇനി നമുക്ക് വേണ്ടത് Pയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി due to the charge minus Q. What is the electric intensity at the point P due to the charge minus Q? That will be E2. E2 നൽകാം. E2 is equal to again 1/4 pi epsilon 0 Q divided by minus Q നമ്മൾ എടുക്കണ്ട, നമ്മൾ പ്ലസ് ആയാലും മൈനസ് ആയാലും ഡയറക്ഷൻ ആണ് നോക്കുന്നത്. So Q divided by minus Q തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ്, that means the distance BP. BP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടത്. OP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്ര? R. അങ്ങനെയാണ് BP എത്രയായിരിക്കും? R minus L. So it is R minus L the whole square along what is its direction? If it's a negative charge, the direction of electric intensity is always towards the charge. ചാർജിനടുത്തേക്കായിരിക്കും. എവിടുന്ന് ചാർജിനടുത്തേക്ക് വരും? പോയിന്റിൽ നിന്നും ചാർജിനടുത്തേക്ക്. അതായത് Pയിൽ നിന്നും ചാർജിലേക്ക്. That is Pയിൽ നിന്നും Dയിലേക്ക്. That is along PD. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് Pയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി due to the charge plus Q, that is E1. Pയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി at P due to the charge minus Q, that is E2. plus Q കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി കിട്ടി, മൈനസ് Q കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി കിട്ടി. പക്ഷെ നമുക്ക് ഇത് രണ്ടുമല്ല വേണ്ടേ. പ്ലസ് Q മൈനസ് Q കാരണമുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി അല്ല വേണ്ടേ. നമുക്ക് എന്താ വേണ്ടേ? ഡൈപോൾ കാരണം Pയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി വേണം അല്ലേ. ഡൈപോൾ എന്ന് പറയുന്നത് ഈ പ്ലസ് Q മൈനസ് Q കൂടെ ചേരുന്നതാണ് ഡൈപോൾ. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? E1 ന്റെയും E2 ന്റെയും കൂടെ റിസൾട്ടന്റ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസിന്റെ റിസൾട്ടന്റ് എങ്ങനെ കാണുന്നതെന്ന്
ഡയറക്ഷൻ റിസൾട്ടന്റ് കാണാൻ പഠിച്ചിട്ടുണ്ട്. E1 ഉം E2 ഉം രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. എങ്ങനെ ആക്ട് ചെയ്തിരിക്കുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ. രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് അതിന്റെ റിസൾട്ടന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? വലിയ വെക്ടറിൽ നിന്ന് ചെറിയ വെക്ടർ സബ്ട്രാക്ട് ചെയ്യാം. സോ ദി റിസൾട്ടന്റ് ഇലക്ട്രിക് ഡെൻസിറ്റി E it is the electric density at the point P due to this dipole. Dipole കാരണമുള്ള ഇലക്ട്രിക് ഡെൻസിറ്റി ആണ് E. അതിന് എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് എടുക്കണം. ഏതാ വലിയ വെക്ടർ? ഇതിന്റെ ഡിനോമിനേറ്റർ ചെറുതാ, r-l അല്ലേ? അപ്പോൾ ഏത് വെക്ടറാ വലുത്? E2 ആണ് വലിയ വെക്ടർ. സോ E is equal to E2 minus E1. E2 ൽ നിന്ന് E1 കുറയ്ക്കുക. That is equal to substitute ചെയ്യാം. E2 ന് വാല്യൂ കൊടുക്കാം. 1/4 pi epsilon 0 q divided by r minus l the whole square minus E1 കൊടുക്കാം. 1/4 pi epsilon 0 q divided by r plus l the whole square. അപ്പോൾ E2 ൽ നിന്ന് E1 സബ്ട്രാക്ട് ചെയ്തു. നമുക്ക് കിട്ടിയത് ഈയുടെ ഡയറക്ഷൻ നമുക്ക് ലാസ്റ്റിൽ നോക്കാം. ഈയുടെ ഡയറക്ഷൻ ആരുടെ ഡയറക്ഷൻ ആയിരിക്കും? വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. E2ന്റെ ഡയറക്ഷൻ. E2ന്റെ ഡയറക്ഷൻ പറയുന്നത് എവിടെ നിന്നോട്ടാ? P യിൽ നിന്ന് B യിലേക്ക്, ലെഫ്റ്റിലേക്ക് അല്ലേ? സോ ദിസ് ക്യാൻ ബി written as നമുക്ക് കോമൺ ഫാക്ടർ കണ്ടുവന്നിട്ട് q ഉണ്ടല്ലോ. ഇവരായിട്ടുള്ള ഡിനോമിനേറ്ററിൽ 4 pi epsilon 0 ബ്രാക്കറ്റിൽ നമുക്ക് വരും q/4 pi epsilon 0 എടുത്താൽ ബാക്കി വരും 1/r minus l the whole square minus 1/r plus l the whole square. ഞാൻ മുകളിലേക്ക് എടുക്കുക, സ്ഥലമില്ലാത്തതുകൊണ്ട്. So E is equal to q/4 pi epsilon 0. നമുക്കറിയാം ഇവിടെ എന്താ LCM എടുക്കണം അല്ലേ? LCM എന്ത് വരും? r minus l the whole square into നോക്കിയാ r minus l the whole square into r plus l the whole square. ന്യൂമറേറ്റർ എന്ത് വരും? r plus l the whole square minus r minus l the whole square. r plus l in the square minus r minus l in the square. That is equal to q/4 pi epsilon 0. Now we expand a plus b whole square എന്താ? a square plus 2ab plus b square. So it can be written as r square plus 2rl plus l square minus bracket ഉള്ളിൽ എഴുതുക a minus b whole square a square minus 2ab plus b square അല്ലേ? divided by ഇതിനെ ഞാൻ ഒന്നിച്ച് എഴുതുന്നു r minus l into r plus l whole square. That is equal to q/4 pi epsilon 0. Now again r square a minus ബ്രാക്കറ്റിനകത്തേക്ക് എടുക്കുമ്പോൾ ഇതൊരു minus r square ആവുമല്ലോ. r square minus r square ഇവിടെ ക്യാൻസൽ ചെയ്യും. l square minus l square ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി എന്ത് വരും നോക്കിയേ? 2rl minus minus 2rl അതെത്ര? 2rl plus 2rl അതെത്രയാ? 4rl divided by is a plus b to a minus b a square minus b square the whole square. That is equal to ഇവിടെ നമുക്ക് നമ്മൾ മുമ്പേ ഒരു ഡൈപോൾ മൊമെന്റ് p പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഡൈപോൾ മൊമെന്റ് p? 2lq അല്ലേ? p is equal to 2lq പഠിച്ചാണല്ലോ. ഇവിടെ ഒരു 2, ഇവിടെ ഒരു l, ഇവിടെ ഒരു q. 2lq എന്തായിട്ട് മാറും? p ആവുമല്ലോ. ബാക്കി 4 ൽ നിന്ന് ഒരു 2 പോയി കഴിഞ്ഞാൽ ബാക്കി വീണ്ടും ഒരു 2 ഉണ്ടല്ലോ. ബാക്കി ഇവിടെ എന്ത് വരും? റിമൈനിങ് 1/4 pi epsilon 0. ഈ 4 ൽ നിന്ന് ഒരു 2 പോയി ബാക്കി എന്തുണ്ട്? 2. ഈ 2lq ആവുമ്പോൾ ഒരു ഡൈപോൾ മൊമെന്റ് p 2p ഇവിടെ ആര് റിമൈൻ ചെയ്യുന്നുണ്ട്? 2p എങ്ങനെയാണ് മനസ്സിലായോ? 2lq pi
ഈ 4 ൽ നിന്ന് ഒരു 2 എടുത്തതിന് ബാക്കി എന്തുണ്ട് 2 2pr divided by r square minus l square the whole square. ഇതാണ് electric intensity at any point on the axial line of an electric dipole. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിന്റെ ഏതൊരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കിട്ടി. E is equal to 1/4 pi epsilon 0 2pr divided by r square minus l square the whole square. Now what's its direction? നമ്മൾ മുമ്പേ പറഞ്ഞ ഇലക്ട്രിക് ഇന്റൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? റിസൾട്ടന്റ് ഇലക്ട്രിക് ഇന്റൻസിറ്റി E is equal to E2 minus E1. Therefore larger vector ഏതാ E2 ആണല്ലോ. So ഈയുടെ ഡയറക്ഷൻ ആരുടെ ഡയറക്ഷൻ ആയിരിക്കും? E2 ന്റെ ഡയറക്ഷൻ. അതായത് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ that is from negative charge to positive charge. അല്ലേ? ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇവിടുത്തെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. The direction is in the direction of the dipole moment. അല്ലേ? നമുക്ക് പറയാം the direction is from negative charge to positive charge. ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ. നമുക്ക് ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് കൂടെ പഠിക്കാനുണ്ട്. ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഇതേ കേസ് തന്നെ. ഈ ഡൈപോൾ വളരെ ചെറുതാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ the length of the dipole is very small. ഈ ഡൈപോളിന്റെ ലെങ്ത് ഒരുപാട് ചെറുതാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ L square ഒരുപാട് ചെറുതായിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ R square നെ കമ്പയർ ചെയ്യുമ്പോൾ that is L square is very much less than R square ആണെന്ന് വിചാരിക്കുക. ഡൈപോൾ is very small, that is its length is very small when compared to the distance R. R നെ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് ഒരുപാട് ചെറുതാണെങ്കിൽ നമുക്ക് ഈ ടേമിനെ നെഗ്ലക്ട് ചെയ്യാം. L square can be neglected. L square നെ നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എന്താണെന്ന് E is equal to 1/4 pi epsilon 0 2pr divided by L square നെ നെഗ്ലക്ട് ചെയ്തു. പിന്നെ എന്തുണ്ട്? R square the whole square എത്ര? R raised to 4. അതിൽ ഒരാളോട് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തൊരു ബാക്കി വരുമല്ലോ. that is E is equal to 1/4 pi epsilon 0 2p divided by r cube. It is the expression for electric intensity at any point on the axial line of an electric dipole. Okay.